സുന്ദരകാന്ഡം ചുരുക്കത്തിൽ ഒരു കുറച്ച് ശ്ലോകം കൊണ്ട് ഒക്കെ പറയുന്ന ഒരു കഥ ഇതുണ്ട്. അതാണ് ഹനുമാൻ അഞ്ജനാസൂനോ വായുപുത്രൻ മഹാമതി, ഈശ്വരന്മാരെ വന്ദിച്ചു കാര്യം സാധിച്ചു പോരുവാൻ, ശ്രീരാമപാദം പ്രത്യേകം ധ്യാനിച്ചു ഉത്സുകനായവൻ, സാഗരം തരണം ചെയ്യാൻ ചാടി മാരുതനന്ദനൻ, പുഷ്പവൃഷ്ടി ചൊരിഞ്ഞോരും ദേവരും രാമദൂതനിൽ, മൈനാകപർവ്വതത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ചവൻ, മാർഗം തടഞ്ഞു നിന്നൊരു സുരസാദേവിയെത്തതാ, ജയിച്ചു പോരും മധ്യത്തിൽ കണ്ട സിംഹികയെത്തതാ, കൊന്നു ലങ്കാപുരം തന്നിൽ പ്രവേശിച്ചു വായുനന്ദനൻ, ലങ്കാലക്ഷ്മി വസിക്കുന്ന ഗോപുരം തന്നിലെത്തിനാൻ, വാനരശ്രേഷ്ഠനെ കണ്ടു ദേവി ചാടിക്കയർത്തിതു, കോപിക്കാതെ കപിശ്രേഷ്ഠൻ ലക്ഷ്മിയെ തട്ടിമാറ്റിനാൻ, ഉള്ളിൽ ഉൾപ്പുളകം പൂണ്ടു പ്രവേശിച്ചു വായുനന്ദനൻ, സീതയെ തേടി ഓരോരോ ഭവനം തോറും അഞ്ജസ, കണ്ടതില്ല ഒരിടത്തും മിണ്ടലാൽ വാടിവാനരൻ, ഉദ്യാനങ്ങളിൽ അന്വേഷിച്ചത്യാനന്ദം വെടിഞ്ഞവൻ, അശോകവനികക്കുള്ളിൽ അന്വേഷിപ്പാൻ തുനിഞ്ഞവൻ, സീതാപതീപദം ധ്യാനിച്ചങ്ങുമിങ്ങും തിരഞ്ഞുടൻ, കണ്ടു ദേവിയെ ഉത്സാഹത്തളലാൽ ചാടിവാനരൻ, രാക്ഷസീ കുലമധ്യത്തിൽ നൈരാശ്യത്താൽ അലഞ്ഞവൾ, കേണു മുഖം വാടി അശ്രുധാര പൊഴിച്ചവൾ, ക്ഷീണിച്ചു ഗൽഗതം പൂണ്ടു രാമരാമേതി ചൊല്ലിയും, തൽപദം തന്നെ ചിന്തിച്ചു തൽപ്പമം മണ്ണിൽ വീഴുകയും, ചിഗുരം ജടയാൽ മൂടി ആഡംബര വിഹീനയായി, മുഷിഞ്ഞു കീറിയുള്ള ഒരു വസ്ത്രത്തെ ചാർത്തിയും സദാ, ചിന്താ സിന്ധുവിൽ മുങ്ങിക്കൊണ്ടെന്തോ മന്ത്രിച്ചിരുന്നുക, രാവണൻ മന്മഥാവേശത്തള്ളലാൽ വന്നുവെങ്കിലും, ദേവിയാപ്പാട്ടിൽ വീണില്ല രാമകാരുണ്യ വൈഭവാൽ, ഹനുമാൻ ചെറുരൂപത്തിൽ വിനയാന്വിത വേഷമായി, അടുത്തു ചെന്നു കൈകൂപ്പി കാര്യം സർവമുണർത്തിനാൻ, രാമൻ വാനരവീരന്മാരൊക്കെ യുദ്ധം നടത്തിടും, ദശകന്ധരരെ കൊന്നും ദേവിയെ സ്വീകരിച്ചിടും, ദുഃഖിക്കാതെ വസിക്കേണം അല്പകാലം സുമധ്യമേ, ദേവിക്കു നൽകുവാനായി രാമൻ തന്നുള്ള മോതിരം സ്വീകരിച്ചു തിരിച്ചനിൽ വരമേകേണം അംബികയെ, ഏവം ചൊല്ലി കപിശ്രേഷ്ഠൻ അങ്കുലീയത്ത് നൽകിനാൻ, സന്തുഷ്ടചിത്തയായി ദേവി ചൂടാരത്നത്തെയും തഥാ, രാമനായി ഹനുമാൻ തൻ്റെ കയ്യിലേൽപ്പിച്ചു ചൊല്ലിനാൾ, നാഥനോടുര ചെയ്യണം മൽക്കാര്യം സർവവും ഭവാൻ, വേഗത്തിൽ വന്ന് രക്ഷിപ്പാൻ നോക്കണേ കവിപുങ്കുവ, നിനക്കു നന്നായി വന്നിടും എന്മനാശ്വാസമേകയാൽ, ഇത്തരം ചൊല്ലിടുന്നോരാ ദേവിതൻ കാൽക്കൽ വീണുടൻ, ഹനുമാൻ യാത്ര ചൊല്ലിക്കൊണ്ട് ഉദ്യാനത്തെ തകർക്കുവാൻ, തുനിയുന്നതു കണ്ടപ്പോൾ രാക്ഷസന്മാരടുത്തുടൻ, രാവണാദേശനിഷ്ഠത്താൽ ഹനുമൽ നിഗ്രഹത്തിനായി പുറപ്പെട്ടെന്നിരുന്നാലും കപിയാൽ ഹതരായവർ, മേഘനാഥൻ പുറപ്പെട്ടു ഹനുമാനെ പിടിക്കുവാൻ, ബന്ധനം ചെയ്തു വേഗത്തിൽ ഹരിയെ കൊണ്ടുപോയിനാൻ, ഹരി രാക്ഷസരാജൻ്റെ മുന്നിൽ വെച്ചു സമസ്തവും ഉരിയാടി വിശേഷിച്ചു ഹനുമാൻ ലോകവിശ്രുതൻ, രാവണൻ്റെ വിധിക്കൊത്തു രാക്ഷസർ ഹരിതന്നുടെ ലാങ്കൂലം ശീലയാൽ ചുറ്റി കത്തിച്ച ആഹ്ലാദമാർന്നുടൻ, ഹരിയോ ഹരിയെ ചിന്തിച്ചുത്സാഹത്താൽ മറന്നുടൻ, ഭവനാൽ ഭവനം ചെന്നു കത്തിച്ചു സർവ്വദിക്കിലും, ലങ്കാപുരം ദഹിച്ചപ്പോൾ ദേവിയെ കൂപ്പി വാനരൻ, സമുദ്രം തരണം ചെയ്തിട്ട് അക്കരെ എത്തി അഞ്ജസ, ജാമ്പവാൻ അംഗതൻ തൊട്ട വാനരശ്രേഷ്ഠരോടവൻ കണ്ട വൃത്താന്ത വിസ്താരം ചെയ്തു സന്തുഷ്ടചിത്തനായി, അത്യാനന്ദാതിരേകത്താൽ ചാടി വാനരരൊക്കെയും മധുഭഞ്ജനവും ചെയ്തു ഫലമൂലം ഭുജിച്ചുടൻ, വായുനന്ദനോടൊത്തുപോയി രാഘവ സന്നിധോ, സീതാദർശന വൃത്താന്തം ആഞ്ജനേയനുണർത്തിനാൻ, ചൂടാരത്നം കൊടുത്തപ്പോൾ രാഘവൻ പ്രീതി പൂണ്ടുടൻ, പാദത്തിൽ വീണൊരാ വായുപുത്രനെ തഴുകിയിടിനാൻ, ശ്രീരാമകാര്യസിദ്ധിക്കായി വിഭീമകാര്യം നടത്തിയ വായുപുത്രൻ്റെ സൽപാദം കൂപ്പുന്നു ഞങ്ങളെപ്പോഴും, ആധിവ്യാധികൾ ഏൽക്കാതെ സന്താനവൃദ്ധിയെ തന്നു ഞങ്ങളെ രക്ഷിപ്പാൻ കാരുണ്യം കലരണമേ, ആഞ്ജനേയം മഹാവീരം രാമസീതാ പ്രിയങ്കരം, സർവസഗുണസമ്പന്നം വന്ദേ ശ്രീ മാരുതാത്മജം. ശ്രീരാമ രാമ രാമ രാമ.